നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 25 ശനിയാഴ്ചകൾ പ്രവൃത്തിദിനമാക്കിക്കൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനവും അക്കാദമിക് കലണ്ടറും റദ്ദാക്കി ഹൈക്കോടതി. വിഷയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യാതെയും കുട്ടികളുടെ മാനസിക നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാതെയുമാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനം. വിദ്യാഭ്യാസ അവകാശത്തിന്റെ അടിസ്ഥാന നിയമത്തിൽ പുനഃപരിശോധന നടത്താൻ ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ 220 ഉയർത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധികാരപരിധി മറികടന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരായിരുന്നു നടപടികൾ പാലിച്ച് ഈ തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. NCC, NSS, കലാകായിക പരിശീലനങ്ങൾ എന്നീ പാഠ്യേതര പ്രവർത്തനങ്ങളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുകയെന്നും ഇത് വിദ്യാഭ്യാസ ഡയറക്ടർ പരിഗണിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വിദഗ്ധർ, ബാലമനഃശാസ്ത്ര വിദഗ്ധർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സ്കൂൾ മാനേജ്മെന്റ് തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 220 പ്രവൃത്തി ദിനങ്ങൾ ആവശ്യപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജരും PTA-യും ഹൈക്കോടതിയിൽ മുൻപ് ഹർജി നൽകിയിരുന്നു. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയ ശേഷം നിയമാനുസൃതമായി തീരുമാനമെടുക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. പിന്നാലെയാണ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് 220 പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കാൻ അധികൃതർ തീരുമാനമെടുത്തത്.